ജർമ്മൻ സക്സസ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്സൽ പ്രപ്പോസിഷ്യോണൻ ആണ്. വെക്സൽ പ്രപ്പോസിഷ്യോണൻ ഇറ്റ് ക്യാൻ ടേക്ക് ഐദർ അക്യൂസേറ്റീവ് ഓർ ഡാറ്റീവ് കേസ്. ഇഫ് ദ കേസ് ഈസ് മൂവിങ് ടുവേർഡ്സ് എ ഡെസ്റ്റിനേഷൻ ദെൻ അക്യൂസേറ്റീവ്. ഇഫ് ദർ ഈസ് നോ മൂവ്മെൻറ്റ് റാദർ എ ഫിക്സഡ് ലൊക്കേഷൻ ദെൻ ഡാറ്റീവ്. വെക്സൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അക്യൂസേറ്റീവ് കേസും എടുക്കാൻ പറ്റും, ഡാറ്റീവ് കേസിലും എടുക്കാൻ പറ്റും. ഒരു മൂവ്മെൻറ്റ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അക്യൂസേറ്റീവ് ആയിരിക്കും. മൂവ്മെൻ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡാറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. വെക്സൽ പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അന്ന്, മീനിങ് ഓൺ, അറ്റ്. സെക്കൻഡ് വൺ ഔഫ്, ഓൺ ടോപ്പ് ഓഫ്. തേർഡ് വൺ ഹിൻഡർ, ബിഹൈൻഡ്. ഇൻ, ഇൻടു, ഇൻസൈഡ്. നെബൻ, near, next to, beside. Über, over, above. Under, below. For, in front of, before. Zwischen, between. നമുക്ക് ഇത് വെച്ചിട്ട് ഓരോ പ്രപ്പോസിഷനും വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ അന്ന്, മീനിങ് ഓൺ, അറ്റ്. ഇഷ് ഹാങ് ദസ് ബിൽഡ് ആൻഡ് ദി വാൻഡ്. I am hanging the picture on the wall. അതായത് I am hanging the picture. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സെൻറ്റൻസ് അക്യൂസേറ്റീവ് കേസിലേക്ക് വന്നു. ബിൽഡ് അൻ കഴിഞ്ഞിട്ട് ദി വാൻഡ് വരാൻ കാരണം അവിടെ ഒരു മൂവ്മെൻ്റ് ഉള്ള വെർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ്. സെക്കൻഡ് എക്സാമ്പിൾ, ദസ് ബിൽഡ് ഹാങ്ഡ് ആൻഡ് ദ വാൻഡ്. ദ പിക്ചർ ഹാങ്സ് ഓൺ ദ വാൾ. അതായത് ആ പിക്ചർ ഓൾറെഡി വാളിൽ ഹാങ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അന്ന് കഴിഞ്ഞിട്ട് ദി വാൻഡ് എന്നുള്ളത് ഡാറ്റീവിലേക്ക് മാറുമ്പോൾ ദർ വാൻഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾസ് നോക്കുമ്പം കൂടുതൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. സെക്കൻഡ് പ്രപ്പോസിഷൻ ഔഫ്, മീനിങ് ഓൺ ടോപ്പ് ഓഫ്. ലെഫ്റ്റ് ദസ് ബുക്ക് ഔഫ് ദെൻ ടിഷ്. ഹി പുട്സ് ദ ബുക്ക് ഓൺ ദ ടേബിൾ. അപ്പോൾ ഹി പുട്സ് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ഒരാൾ ഒരു ബുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നതിനാണ് ലെഫ്റ്റ് ദ ബുക്ക് ഔഫ് ദെൻ ടിഷ്. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് അത് അക്യൂസേറ്റീവ് കേസ് എടുത്തു. ദ ടിഷ് എന്നുള്ളത് ഔഫിന് ശേഷം ദ ടിഷ് എന്നുള്ളത് ദെൻ ടിഷായിട്ട് വന്നു. ദസ് ബുക്ക് ലീക്ഡ് ഔഫ് ദം ടിഷ്. ദ ബുക്ക് ലൈസ് ഓൺ ദ ടേബിൾ. അതായത് ആ ബുക്ക് ഓൾറെഡി ടേബിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഔഫിന് ശേഷം ദർ ടിഷ് എന്നുള്ളത് ദം ടിഷായിട്ട് വന്നു. അത് ഡാറ്റീവിലേക്ക് മാറുന്നതുകൊണ്ടാണ് ദർ ടിഷ് ദം ടിഷിലേക്ക് വന്നത്. മൂന്നാമത്തെ ഹിൻഡർ, മീനിങ് ബിഹൈൻഡ്. സി ഹിൻഡർ ദസ് ഹൗസ്. ഷീ ഗോസ് ബിഹൈൻഡ് ദ ഹൗസ്. അതായത് അവൾ വീടിൻ്റെ പുറകിലേക്ക് പോകുന്നു. അതുകൊണ്ട് അത് അക്യൂസേറ്റീവ് കേസാണ്. ദസ് ഹൗസ് അക്യൂസേറ്റീവിൽ വരുമ്പോൾ ദസ് ഹൗസ് തന്നെയാണ്. ആർട്ടിക്കിൾ ചേഞ്ച് ആവുന്നില്ല. സി സ്റ്റെപ്ഡ് ഹിൻഡർ ദം ഹൗസ്. ഷീ സ്റ്റാൻഡ്സ് ബിഹൈൻഡ് ദ ഹൗസ്. ഷീ ഈസ് ഓൾറെഡി സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ഹൗസ്. അതായത് ഓൾറെഡി സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അവരുടെ മൂവ്മെൻ്റ് ഒന്നുമില്ല. അവൾ ഓൾറെഡി ഹൗസിന് പുറകിൽ നിൽക്കുന്നു എന്നാണ് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ദസ് ഹൗസ് എന്നുള്ളത് ഡാറ്റീവിലേക്ക് മാറുമ്പോൾ ദം ഹൗസായിട്ട് മാറുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് പ്രപ്പോസിഷൻ നോക്കാം. അടുത്തത് നേബൻ, മീനിങ് നിയർ, നെക്സ്റ്റ് ടു, ബിസൈഡ്. ഇഷ്ടല്ലേ ദ സ്റ്റൂൾ നേബൻ ദി ടൂർ. ഐ പുട്ട് ദ ചെയർ നെക്സ്റ്റ് ടു ദ ഡോർ. അതായത് ഐ പുട്ട് ദ ചെയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്യൂസേറ്റീവ് ആണ്. ദ സ്റ്റൂൾ സ്റ്റെപ്ഡ് നേബൻ ദ സ്റ്റൂൾ. ദ ചെയർ സ്റ്റാൻഡ്സ് നെക്സ്റ്റ് ടു ദ ഡോർ. അതായത് ഓൾറെഡി ആ സ്റ്റൂള് നെക്സ്റ്റ് ടു ദ ഡോറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഡാറ്റീവ്. ദി ടൂർ എന്നുള്ളത് ദർ ടൂളായിട്ട് മാറി ഡാറ്റീവിലേക്ക് വരുമ്പോൾ. അടുത്ത പ്രപ്പോസിഷൻ യൂബർ, മീനിങ് ഓവർ, എബോവ്. സി ഹാങ്ഡ് ദി ലാമ്പ് യൂബർ ദെൻ ടിഷ്. ഷീ ഹാങ്സ് ദ ലാമ്പ് എബോവ് ദ ടേബിൾ. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നതുകൊണ്ട് അത് അക്യൂസേറ്റീവ് കേസിലാണ്. The lamp hanged over the dish. The lamp hangs above the table.
ദ ലാമ്പ് ഈസ് ഓൾറെഡി ഹാങ്ങിങ് എബോവ് ദ ടേബിൾ. അപ്പോൾ ഓൾറെഡി അവിടെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് ലാമ്പ്, അതുകൊണ്ട് അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഡാറ്റയിലേക്ക് പോകും. ദ ടിഷ് എന്നുള്ളത് ദം ടിഷായിട്ട് മാറി ഡാറ്റയിലേക്ക് വരുമ്പോൾ. അടുത്ത പ്രപ്പോസിഷൻ ഉണ്ടർ, അണ്ടർ, ബിലോ. ഇഷ് ടെല്ലെ ദർ സ്റ്റൂൾ ഉണ്ടർ ദൻ ടിഷ് ആൻഡ് പ്ലേസിങ് ദ ചെയർ അണ്ടർ ദ ടേബിൾ. അതായത് ഞാൻ ഒരു ചെയർ എടുത്തിട്ട് അത് ടേബിളിൻ്റെ അടിയിലേക്ക് ഞാൻ വെക്കുകയാണ്, അതാണ്. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അക്വിസേറ്റീവിലേക്ക് വന്നു. ദ സ്റ്റൂൾ സ്റ്റക്ക് അണ്ടർ ദ ടിഷ്, ദ ചെയർ സ്റ്റേസ് അണ്ടർ ദ ടേബിൾ. ദ ചെയർ ഈസ് ഓൾറെഡി സ്റ്റേയിങ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ദ ടിഷ് എന്നുള്ളത് ദം ടിഷായി ഡാറ്റീവിലേക്ക് വന്നത്. 4. ഇൻ ഫ്രണ്ട് ഓഫ് ബിഫോർ. ഇഷ് ടെല്ലെ ദസ് ഔട്ട് ഓഫ് ഫോർ ദസ് ഹൗസ് ആൻഡ് പ്ലേസിങ് ദ കാർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. അതായത് ഞാൻ ആ കാറ് ഒരു വീടിന് മുന്നിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അക്വിസേറ്റീവ്. ദസ് ഔട്ട് ഓഫ് സ്റ്റെപ്പ് ഫോർ ദ ഹൗസ്, ദ കാർ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ഓൾറെഡി ആ കാറ് വീടിന് ഫ്രണ്ടിലാണ് കിടക്കുന്നത്, അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് 4 കഴിഞ്ഞിട്ട് ദസ് ഹൗസ് എന്നുള്ളത് ദം ഹൗസായി ഡാറ്റീവിലേക്ക് വന്നതുകൊണ്ട് ദം ഹൗസായിട്ട് മാറി. അടുത്ത പ്രപ്പോസിഷൻ നോക്കാം. അടുത്ത പ്രപ്പോസിഷൻ ഇൻ, മീനിങ് ഇൻ, ഇൻടു, ഇൻസൈഡ്. ഇഷ് ഗെഹെ ഇൻ ദി ഷൂളെ, ഐ എം ഗോയിങ് ടു സ്കൂൾ. അതായത് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് അക്വിസേറ്റീവ് കേസാണ്. ഇഷ് ബിൻ ഇൻ ദ ഷൂളെ, ഐ ആം ഇൻ ദ സ്കൂൾ. ദാറ്റ് മീൻസ് ഐ ആം ഓൾറെഡി ഇൻ ദ സ്കൂൾ. അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ദി ഷൂളെ എന്നുള്ളത് ദർ ഷൂളെ ആയിട്ട് മാറി. അടുത്ത പ്രപ്പോസിഷൻ, ലാസ്റ്റ് പ്രപ്പോസിഷൻ ആണ് സ്വീഷൻ, മീനിങ് ബിറ്റ്വീൻ. ഇഷ് ടെല്ലെ ദ ടിഷ് സ്വീഷൻ ദി സ്റ്റൂളെ ആൻഡ് പ്ലേസിങ് ദ ടേബിൾ ബിറ്റ്വീൻ ദ ചെയേഴ്സ്. അതായത് ഞാൻ ഒരു ടേബിള് 2 ചെയേഴ്സിന് ഇടയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അക്വിസേറ്റീവ് കേസാണ്. അടുത്ത എക്സാമ്പിൾ, ദ ടിഷ് സ്റ്റക്ഡ് സ്വീഷൻ ദെൻ സ്റ്റൂളൻ. അതായത് ദ ടേബിൾ ഈസ് ബിറ്റ്വീൻ ദ ചെയേഴ്സ്, ദ ടേബിൾ ഈസ് ഓൾറെഡി ബിറ്റ്വീൻ ദ ചെയേഴ്സ്. അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഡാറ്റീവാണ്. ദി സ്റ്റൂളൻ എന്നുള്ളത് ദെൻ സ്റ്റൂളൻ ആയിട്ട് മാറി ഡാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ. അപ്പോൾ വെക്സൽ പ്രപ്പോസിഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വെക്സൽ പ്രപ്പോസിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, കമൻറ്റിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഔഫ് വിഡേഴ്സൈൻ. താങ്ക് യു.